ഹേയ് ഗായ്സ് വെൽക്കം ബാക്ക് എഗെയിൻ നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ സ്കിന്ന് നല്ല ഫ്രഷ് ആയിട്ടിരിക്കണം എന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരാ ഉള്ളതല്ലേ? നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവല്ലോ. എൻ്റെ ഒരു കേസസിൽ പറയുകയാണെങ്കിൽ പ്രോഡക്റ്റ്സ്, അതായത് സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തിട്ടും അതേപോലെ തന്നെ നമുക്ക് നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള സ്കിൻ കെയറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നാച്ചുറലായിട്ടുള്ള സ്കിൻ കെയറിലൂടെയാണ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതും അത് തന്നെയാണ് കേട്ടോ. അതായത് പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്യാൻ താല്പര്യമില്ല, നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളിലൂടെ സ്കിൻ കെയർ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ സ്കിൻ കെയർ മോർണിംഗ് റൂട്ടീനാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ എടുക്കുന്നത് കടലപ്പൊടിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഇതേപോലെ വെള്ളം യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ പാല് യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ സ്കിന്നിന് ഏതാണോ സ്യൂട്ടാവുക അത് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അറിയാലോ, കടലപ്പൊടിയിൽ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഓയിലിനെയും അതേപോലെ തന്നെ അഴുക്കിനെയൊക്കെ, ഫേസിലെ അഴുക്കൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് അടിപൊളിയായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. ചർമ്മത്തിലെ സ്വാഭാവികമായിട്ടുള്ള നിറം നിലനിർത്താൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ സ്കിന്ന് ഡ്രൈ സ്കിന്നാണെങ്കിൽ ഇത് യൂസ് ചെയ്യേണ്ട, സ്കിന്ന് ഒന്നുകൂടി ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. അഥവാ കോമ്പിനേഷനോ ഓയിലോ ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ കാണിക്കുന്ന എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യുന്നതിൻ്റെ മുൻപായിട്ട് ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. സ്കിന്നിന് യാതൊരു കുഴപ്പമില്ല എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കംപ്ലീറ്റ്ലി ഫുള്ളായിട്ട് നിങ്ങൾക്കിത് ഫേസിൽ ഇടാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഫേസിൽ ഈ ഒരു കടലപ്പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നേരം ഇതിങ്ങനെ വെക്കാം കേട്ടോ ഫേസിൽ. അപ്പോൾ നമുക്ക് ഡെയിലി ബേസിസിൽ ചെയ്യുകയാണെങ്കിൽ ഈ കടലപ്പൊടി ആണെങ്കിലും അതിലും ചെറിയ ഗ്രാനുവൽസ് പോലെ ഉണ്ട്. അതായത് നമ്മൾ കുറച്ചൊന്ന് വെച്ച് ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞ് സ്ക്രബ് ചെയ്യുന്ന സമയത്ത് ഫേസ് നന്നായിട്ട് അങ്ങനെ മസാജ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു സ്ക്രബ് പോലെയും ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡെയിലി ഇതേപോലെ ഉരയ്ക്കണം എന്നില്ല, ഫേസ് ഇങ്ങനെ സ്ക്രബ് ചെയ്യണമെന്നില്ല. ജസ്റ്റ് മുഖത്തൊന്ന് അപ്ലൈ ചെയ്തിട്ട് വെറുതെ ഒന്നിങ്ങനെ മുഖത്തൊന്ന് മസാജ് ചെയ്തിട്ട് കഴുകി കളഞ്ഞാൽ മതി. സ്ക്രബ് എപ്പോഴും ചെയ്യണം എന്നില്ല കേട്ടോ. ഓക്കെ, അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മുഖം പോയി കഴുകിയിട്ട് വരാം. സെക്കൻഡ് സ്റ്റെപ്പ് എന്ത് ആണ് എന്ന് അറിയേണ്ടത് നിങ്ങൾക്ക്? ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് തന്നെയാണ് ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നമ്മുടെ ഗ്രീൻ ടീ ആണ് കേട്ടോ. ഗ്രീൻ ടീ ഉണ്ടാക്കുക, കുറച്ച് വെള്ളത്തിൽ ഗ്രീൻ ടീ വെച്ചിട്ട് ഉണ്ടാക്കുക. എൻ്റെ കയ്യിൽ ഇതേപോലെ ബാഗാണ് ഉള്ളത് ഗ്രീൻ ടീയുടെ. അപ്പോൾ ഏതായാലും കുഴപ്പമില്ല, കുറച്ച് നല്ല തിളപ്പിച്ച വെള്ളത്തിൽ അതിട്ടിട്ട് ഇതേപോലെ ഗ്രീൻ ടീ ആ ഒരു ടീ ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ആ വെള്ളത്തിൻ്റെ നിറമില്ലേ കംപ്ലീറ്റ്ലി മാറും ഇപ്പോൾ ഈ കാണുന്നത് പോലെ. എന്നിട്ട് നിങ്ങൾക്കിതൊരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി വെക്കാവുന്നതാണ് കേട്ടോ. എൻ്റെ കയ്യിലുള്ള സ്പ്രേ ബോട്ടിലൊക്കെ ഓരോരോ സാധനങ്ങൾ ഇരിക്കുകയാണ്. ഫേസ് മിസ്റ്റ്, ഹെയർ മിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സാധനങ്ങൾ ഇരിക്കുന്ന കാരണം ബോട്ടിൽ ഫ്രീ അല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഗ്ലാസ്സിൽ തന്നെ വെച്ചിട്ട് കയ്യിൽ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കുന്നത് കേട്ടോ. ഇത് ഡെയിലി ബേസിസിൽ ഈ ഒരു സാധനം ഫേസിൽ ഇടാവുന്നതാണ്. നമ്മുടെ ഫേസിൽ ഇതിട്ടിട്ടുണ്ടെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രീൻ ടീയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിൽ മുഖക്കുരു വരുന്നത് തടയുന്ന ഒരു കാര്യം കൂടിയാണ് ഇത് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന പോഴ്സില്ലേ, ഓപ്പൺ പോഴ്സിനെ അതിനെ മിനിമൈസ് ചെയ്യിപ്പിക്കാനും ഒക്കെ ഈ ഒരു ഗ്രീൻ ടീ വളരെയധികം നല്ലതാണ്. പിന്നെ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് 2 ടൈംസ് വേണമെങ്കിൽ ചെയ്യാം ഡെയിലി, രാവിലെയും രാത്രിയും ചെയ്യാം കേട്ടോ ഈ സ്റ്റെപ്പൊക്കെ. അപ്പോൾ എൻ്റെ ഒരു കേസസിൽ പറയുകയാണെങ്കിൽ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറയുന്നത് ഇതേപോലെ ആയിരിക്കും. സെയിം ഇതേപോലെ തന്നെ എന്തെങ്കിലും ആയിരിക്കും നൈറ്റ് ചിലപ്പോൾ നോർമൽ നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റെപ്പ് തന്നെ ആയിരിക്കും ഞാൻ ചെയ്യുക. ഇല്ലെങ്കിൽ ഏതെങ്കിലും സ്കിൻ കെയർ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഞാൻ ചെയ്യും. ഓക്കെ, ഞാൻ രണ്ടും ചെയ്യുന്ന ആളാണ്. എന്നാലും എനിക്ക് ഈ ഒരു സ്റ്റെപ്പുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കുറച്ചുകൂടി ഇഷ്ടമാണ്. ഓക്കെ, ഇനി നമ്മൾ മൂന്നാമതായിട്ട് ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മോയ്സ്ചറൈസർ, നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഹൈഡ്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ടും മോയ്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടും നമ്മൾ ചെയ്യേണ്ടത്. യെസ്, അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് അലോവേര ആണ്. ചെറിയൊരു പീസാണ് എടുത്തിട്ടുള്ളത്. അലോവേര നന്നായിട്ട് വാഷ് ചെയ്യുക കേട്ടോ. അതായത് അതിലൊരു യെല്ലോ കളറിലുള്ള ഒരു ലിക്വിഡ് വരും. അത് നമ്മുടെ സ്കിന്നിലായിട്ടുണ്ടെങ്കിൽ
സ്കിന്ന് അലർജി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് നല്ല വെള്ളത്തിൽ തന്നെ കഴുകി എടുത്ത് മാറ്റിയിട്ട് വേണം ഇതേപോലെ റോ ആയിട്ട് നമ്മൾ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ചുണ്ടിലൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മുടെ ചുണ്ടിൽ പിഗ്മെൻറ്റഡ് ആയിട്ടിരിക്കുന്ന ലിപ്പാണെങ്കിൽ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ലതാണ്. നമ്മളിപ്പോൾ വീട്ടിലിരിക്കുന്ന സമയമാണെങ്കിലും ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എക്സ്ട്രാ സൺസ്ക്രീനിൻ്റെ ആവശ്യമില്ല. കാരണം ഈ ഒരു കറ്റാർവാഴ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ സ്കിന്നിൽ അൾട്രാ വയലറ്റ് രശ്മീനെ ഒരു പരിധി വരെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ അതേപോലെ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് തന്നെ ഹൈഡ്രേറ്റഡ് ആക്കി വയ്ക്കും. അതേപോലെ സ്കിന്നിന് നല്ലൊരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഇത് നല്ലതാണ്. പിന്നെ അറിയാലോ കറ്റാർവാഴ ഒരുപാട് ഗുണങ്ങളുണ്ട്. പിമ്പിൾസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ്. അപ്പോൾ മുഖത്ത് നന്നായിട്ടും അതേപോലെ കഴുത്തിൻ്റെ ചുറ്റുമൊക്കെ ഇട്ട് കൊടുത്താൽ ഇത് അടിപൊളിയായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് കുറച്ച് നേരം വെക്കുക. ഒന്ന് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ഉണങ്ങുക എന്ന് പറയുമ്പോൾ വല്ലാതെ ഉണങ്ങിയതിന് ശേഷമല്ല, ഇട്ട് കഴിഞ്ഞ് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ തൊട്ട് നോക്കിയാൽ നമുക്കറിയും അത് ഉണങ്ങാനുള്ള പാകത്തിലിരിക്കുകയാണെന്നല്ല. ആ ഒരു ടൈമിൽ നമുക്ക് നന്നായിട്ട് ഫേസിൽ നന്നായിട്ട് ഈ ഒരു അലോവേര നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 3rd സ്റ്റെപ്പ് എന്ന് പറയുന്നത്. 4th സ്റ്റെപ്പായിട്ട് നമ്മളിവിടെ ചെയ്യുന്നത്, നമ്മൾ എക്സ്ട്രാ വേറെ സൺസ്ക്രീനൊന്നും യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകൾക്കാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുക. ഇല്ലാത്ത ആളുകളാണെങ്കിൽ നമുക്ക് സണ്ണിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ ഒരു പരിധി വരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഒരു തക്കാളി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തക്കാളി യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതൊരു സൺ പ്രൊട്ടക്ഷൻ പോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കയ്യിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഫേസിൽ നമ്മൾ ഓൾറെഡി നെക്കിലൊക്കെ കറ്റാർവാഴ ഇട്ടതിനോട് ഫേസിൽ ഇനി ഇടാൻ പോകണ്ട. കയ്യിലോ എവിടെയാണ് സൺ പ്രൊട്ടക്ഷൻ വേണ്ടത് ആ ഒരു ഏരിയയിൽ ഇത് നന്നായിട്ട് ഇട്ട് കൊടുക്കുക. തക്കാളിയിൽ ലൈക്കോപ്പിൻ എന്ന് പറയുന്ന ഒരു ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മുടെ സൂര്യപ്രകാശം ഇട്ടിട്ട് ചർമ്മം കരിവാളിച്ച് പോവാതിരിക്കാൻ ഒക്കെ ഹെൽപ്പ് ചെയ്യും, ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ലാസ്റ്റായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് നമ്മുടെ ലിപ് ബാം എന്ന് പറയുന്നത്. ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ എന്താ പറയുക ഒലീവ് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. എൻ്റെ കയ്യിൽ ഈ ഒരു ലിപ് ബാം ഉള്ളതുകൊണ്ട് ഞാൻ ലിപ് ബാം ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഇത്രയാണ് നമ്മുടെ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീനിൽ ഞാൻ കാണിക്കുന്നത്. പിന്നെ ഇതേപോലെ ഹെയർ ഒന്ന് നന്നായിട്ടൊന്ന് ജടയൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് മേലോട്ടേക്ക് പൊക്കി കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എല്ലാ രീതിയിലും ഞാൻ സ്കിൻ കെയർ ചെയ്യുന്ന ഒരാളാണ്. നാച്ചുറലി ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ഇഷ്ടമാണ്. ഈ കറ്റാർവാഴ, താളി തേക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ, അങ്ങനത്തെ ഒക്കെ ചെയ്യാൻ കുറച്ചുകൂടി ഇഷ്ടമുള്ള ആളാണ്. എന്ന് കരുതിയിട്ട് ഞാൻ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നില്ല എന്നല്ല, പ്രോഡക്ട്സും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതൊക്കെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.